ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഫുഡൊന്നും ഞാനിതിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഇതിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ട് നോക്കുക, കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും സബ്സ്ക്രൈബ് ആക്കാത്ത ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി കണ്ടു നോക്കി ഒന്ന് സപ്പോർട്ട് ആക്കണേ. അപ്പോൾ ഇതാദ്യം തന്നെ ഞാൻ മന്തിക്കുള്ള മസാല റെഡിയാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിൽ പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാനിത് പകുതി എടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മന്തിക്കുള്ള ചിക്കൻ പീസ് നല്ല വലുതാക്കിയിട്ട് തന്നെയാണ് മുറിച്ച് കട്ടാക്കിയിട്ടുള്ളത്. അതൊന്ന് മിക്സ് ആക്കാം. പിന്നെ ഇതിലേക്കുള്ള അരിയൊന്ന് ഞാൻ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 1 മണിക്കൂർ മുന്നേ തന്നെ. ഇപ്പോൾ ഇത് അതിലേക്കുള്ള വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാനതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ സ്റ്റാർ അങ്ങനത്തതൊക്കെ ഗരം മസാല ഇല്ലേ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചോറുക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലീനാക്കി വെച്ചിട്ടുള്ള അരിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു 50-60% വരെ വേവിച്ചെടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് വേവിച്ച് കൊടുക്കണ്ട. പിന്നെ ഇതില്ലേ ബാസ്മതി റൈസാണ്, ഇത് നല്ല വലിയ അരിയാണ്. അപ്പോൾ ഇതിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തിളക്കുമ്പോൾ തന്നെ മൂട് തുറന്നിട്ട് പിന്നെ ഒരു 50-60% കുക്കാക്കിയിട്ട് എടുക്കുക, വാർത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിനിപ്പോൾ മസാലയൊക്കെല്ലാം റെഡിയാക്കുന്നത് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഏതും ആവും, കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം, ചെറിയ ഒരു ഉള്ളി, പിന്നെ ഒരു ക്യാരറ്റാണ്, പിന്നെ ഒരു ലെമൺ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും, പിന്നെ ഒരു 1/2 ടീസ്പൂണും മല്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് തന്നെ ക്രഷൊന്നും ആക്കിയിട്ടില്ല, അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ ചിക്കനിൽ ഇട്ട് കൊടുത്തതായിരുന്നു. പിന്നെ ഇതിലേക്കില്ലേ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ട് 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ നമ്മുടെ മന്തി മസാല ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചതില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് ഒന്നിങ്ങനെ ഇളക്കാം. എന്നിട്ട് ഇതിൽ ഈ ചിക്കനിലെ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങണം കേട്ടോ. അതുവരെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് ആദ്യം തന്നെ. ഇതിപ്പോൾ ഞാൻ മന്തി മസാല ഇട്ടിട്ടില്ല, ഇനിയിപ്പോൾ ഇടാൻ പോവാം ഞാൻ. പിന്നെ ഇതിലേക്ക് ഓയിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും മന്തിക്ക് ഇപ്പോൾ ഞാനിതിൽ 1 കിലോ അരിയുടെ മന്തി ഉണ്ടാക്കുന്നുണ്ട്. 1 കിലോ അരിക്ക് 1 കപ്പ് എന്തായാലും ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ മന്തിയിൽ. പിന്നെ ഇതിലേക്ക് ഞാൻ മന്തിയിലേക്ക് ക്യൂബ് ഇട്ട് കൊടുക്കുന്നില്ല, ചിക്കൻ്റെ സ്റ്റോക്കില്ലേ ക്യൂബ്, അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ മസാല ഒക്കെ റെഡിയാക്കിയിട്ട് എല്ലാം ഒന്നും കൂടി മിക്സ് ആക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല, മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാട്ടാൻ വിട്ടുപോയതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് കുക്കാക്കിയിട്ടെടുക്കാം കേട്ടോ. ഏകദേശം 95% വരെ ഒന്ന് കുക്കാക്കിയിട്ടെടുക്കണം. എന്നിട്ട് ഈ ചിക്കൻ മാറ്റിയിട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ചോറിട്ട് കൊടുക്കുന്നത്, വെന്തിട്ടുള്ള ചോറിട്ട് കൊടുക്കുന്നത്. കാരണം ഈ ചിക്കനെ ഞാൻ ഒന്നുകൂടി ഫ്രൈ ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ മൂടി വെച്ചിട്ട് ചിക്കൻ ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലോണം ഓയിലും ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നില്ല ഞാനൊന്ന് സെപ്പറേറ്റ് ആക്കാൻ പോകാം കേട്ടോ. ഒരു ബൗളിലോട്ട് ഞാൻ ഈ മസാല മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ പാത്രത്തിൻ്റെ അടിഭാഗത്തുള്ള മസാല ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് സെൻറ്ററിലാക്കിയിട്ടില്ലേ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഞാൻ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ചോറിട്ട് കൊടുത്തിട്ട് പിന്നീട് മന്തി ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടില്ലേ അതിൽ നിന്ന് ഇറച്ചി പീസൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാം. അതിൻ്റെ മസാലയും ഓയിലും ഇല്ല, അത് മാത്രം ഈ ചോറിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സ്റ്റെപ്പാക്കിയിട്ട് ഞാൻ ഈ ചോറിട്ട് കൊടുക്കാം. കാരണം ഈ ചിക്കനിൽ ഞാൻ ഒന്നുകൂടി പിസ്സ സോസിനോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹോട്ട് സോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും മിക്സ് ആക്കിയിട്ടില്ല, നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നല്ല ടേസ്റ്റ്. ഒന്നിങ്ങനെ ഫ്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ചിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കാം.
അപ്പോൾ ഇതാ ഇതിൻ്റെ ഓയിലും മസാലയില്ലേ, ആ മസാലയിൽ മുങ്ങിയിട്ടുള്ള ഓയിലും അത് പകുതി മാത്രമേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലൊരുപാട് മസാല ഒന്നും കിട്ടുന്നില്ല കേട്ടോ. കുട്ടികളൊക്കെ ഇഷ്ടത്തിൽ നല്ല രസത്തിൽ തന്നെ അങ്ങോട്ട് കഴിച്ചോളും. ഒരുപാട് അങ്ങോട്ട് മസാല ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഇതാ ബാക്കി ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ബാക്കിയുള്ള മസാലയും കൂടി ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ദം കൊടുക്കുക കേട്ടോ. ദം കൊടുക്കുമ്പോൾ എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും പാത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നാലേ നന്നായിട്ട് അങ്ങ് ദമ്മ് വലിക്കുള്ളൂ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ കനൽ വെച്ച് കൊടുക്കാം കേട്ടോ. കനൽ ഒഴിച്ചിട്ട് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ദം വെച്ചോളാം. അത് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കാം. ഞാനിതാ പിസ്സ സീസണിങ് ഇല്ലേ, അതിൻ്റെ മസാലയാണ് കേട്ടോ എടുക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ്. എന്നിട്ടില്ലേ വീണ്ടും ഫ്രൈ ആക്കും. എന്തായാലും ഒരു ഐറൻ്റെ തവയെടുത്തിട്ട് ഫ്രൈ ആക്കണം കേട്ടോ. എന്നാൽ രണ്ട് സൈഡ് ഇങ്ങനെ ഒരു മുറിഞ്ഞിട്ട് നല്ല അടിപൊളി ഉണ്ടാവും കാണാൻ. അപ്പം കാണാൻ നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. നിർബന്ധമല്ല ഇതിങ്ങനെ ചെയ്യണമെന്നിട്ട്, എന്നാലും കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ടാവും. അങ്ങനെ ഇതാ രണ്ട് സൈഡ് തിരിച്ചു മറിച്ചിട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. എന്തായാലും ഐറൻ്റെ പാത്രം എടുക്കാൻ നോക്കുക. ദോശച്ചട്ടി അങ്ങനത്തെ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിലൊന്ന് വെച്ച് കൊടുത്താലും മതി. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ ഈ എല്ലാ ചിക്കനും മുറിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഞാനില്ലേ മന്തി സോസൊന്നും ഉണ്ടാക്കുന്നില്ല. ടൊമാറ്റോ ചട്നി ഇങ്ങനെ വെറും കക്കരിക്ക മാത്രം ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് മന്തിയുടെ കൂടെ കടിച്ചിട്ട് അങ്ങനെ കഴിച്ച് നോക്കിയത്. നല്ല രസമായിരുന്നു കേട്ടോ. ഇത് ആദ്യമായിട്ടായിരുന്നു മന്തി സോസ് ഉണ്ടാക്കാത്ത മന്തി കഴിച്ചത്. അങ്ങനത്തെ വെയിറ്റുള്ള പാത്രം വെച്ചിട്ടാണ് ഞാൻ ദം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ദമ്മായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ആ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടില്ലേ അതും കൂടി വെച്ചിട്ട് ആ ചൂടോടുകൂടി തന്നെ ഒരു 10 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുക. മന്തി ബിരിയാണി എന്ത് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ടൈം നല്ലോണം കൊടുക്കേണ്ടത് ഈ ദമ്മ് വെക്കുന്ന സമയത്തായിട്ടോ. അവിടെ ദമ്മ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്താലേ മന്തി ആവട്ടെ ബിരിയാണി ആയിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. കാരണം ആ ഓയിലൊക്കെ കുടിച്ച് നല്ല ഒരു ഈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദമ്മ് വെക്കാൻ നല്ല സമയം തന്നെ കൊടുക്കുക കേട്ടോ. ഇത് നല്ലോണം ചൂടിൽ വെച്ച് കൊടുക്കുക. ഇനി അടിയെങ്കിലും കരഞ്ഞു പോകുന്നിട്ട് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ പ്രശ്നം ഇവിടെ സോൾവ് ആക്കിയിട്ടിക്കോളൂ. ഇതിപ്പോൾ ഇവിടെ ഇല്ലേ ചോറ് നല്ലോണം ഓരോന്ന് ചോറായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ദമ്മ് കിട്ടിയിട്ടുണ്ട്. ചോറും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വിളമ്പുമ്പോൾ ചിക്കനും നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. എളുപ്പമാണ് ദമ്മ് ഉണ്ടാക്കാൻ, മന്തി ഉണ്ടാക്കാൻ. ഇനി ചിക്കൻ സ്റ്റോക്ക് വേണമെന്ന് തന്നെ ഇല്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിക്കൻ സ്റ്റോക്ക് ഇല്ലാതെയും നമുക്ക് ഇങ്ങനെ ചോറുണ്ടാക്കുന്ന നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ആക്കി കണ്ട് നോക്കി ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ആക്കാനും മറക്കല്ലേ. ബൈ.